രണ്ടാം ക്ലാസ്സിലെ ലിസാനിലെ മൂന്നാമത്തെ പാഠം അദ്ദർസു സാലിസു. മൂന്നാമത്തെ പാഠം അൻത ഇബ്നുൻ. അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. നീ ആൺകുട്ടിയാണ്. ഇബ്നുൻ ആൺകുട്ടി അല്ലെങ്കിൽ മകൻ. കഴിഞ്ഞ പാഠത്തിൽ ഹാദ എന്നതും ഹാദിഹി എന്നതും പഠിച്ചു. ഹാദ എന്നത് പുല്ലിംഗ പദത്തോടൊപ്പവും ഹാദിഹി എന്നത് സ്ത്രീലിംഗ പദത്തോടൊപ്പവും ഉപയോഗിക്കാം. ഈ പാഠത്തിൽ അൻത, അൻതി. അൻത എന്ന വാക്ക് പുരുഷനോടാണെങ്കിൽ നീ എന്ന് പറയാൻ വേണ്ടി അൻത ഉപയോഗിക്കാം. എന്നാൽ ഒരു സ്ത്രീയോടാണെങ്കിൽ, പെൺകുട്ടിയോടാണെങ്കിൽ നീ എന്ന് പറയുമ്പോൾ അൻതി ഉപയോഗിക്കാം. നമുക്ക് പാഠം നോക്കാം. ചിത്രത്തിൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുമുണ്ട്. അന ബിൻതുൻ. ഈ പെൺകുട്ടി പറയുന്നു അന ബിൻതുൻ, ഞാൻ പെൺകുട്ടിയാണ്. അന ഞാൻ, ബിൻതുൻ പെൺകുട്ടി അല്ലെങ്കിൽ മകൾ, ഞാൻ പെൺകുട്ടിയാണ്. അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. അൻത നീ, ഇബ്നുൻ ആൺകുട്ടി അല്ലെങ്കിൽ മകൻ, നീ ആൺകുട്ടിയാണ്. അന ബിൻതുൻ ഞാൻ പെൺകുട്ടിയാണ്. അൻത ഇബ്നുൻ നീ ആൺകുട്ടിയാണ്. നീ എന്നതിന് ആൺകുട്ടിയോടാണെങ്കിൽ അൻത ഉപയോഗിക്കാം. അന ഇബ്നുൻ. ഇനി ചിത്രത്തിൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമുണ്ട്. ആൺകുട്ടി പറയുമ്പോൾ അന ഇബ്നുൻ, ഞാൻ ആൺകുട്ടിയാണ്. അന ഇബ്നുൻ ഞാൻ ആൺകുട്ടിയാണ്. അൻതി ബിൻതുൻ, നീ പെൺകുട്ടിയാണ്. അന ഇബ്നുൻ ഞാൻ ആൺകുട്ടിയാണ്. അൻതി ബിൻതുൻ നീ പെൺകുട്ടിയാണ്. നീ എന്നതിന് ഒരു പെൺകുട്ടിയോടാണെങ്കിൽ അൻതി ഉപയോഗിക്കാം. ഈ ചിത്രത്തിൽ ഉസ്താദ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ഉസ്താദ് പറയുന്നു അന ഉസ്താദുൻ, ഞാൻ ഉസ്താദാണ്. അന ഉസ്താദുൻ ഞാൻ ഉസ്താദാണ് അല്ലെങ്കിൽ അധ്യാപകനാണ്. അൻത ഇബ്നുൻ നീ ആൺകുട്ടിയാണ്. അൻത ഇബ്നുൻ നീ ആൺകുട്ടിയാണ്. അൻതി ബിൻതുൻ നീ പെൺകുട്ടിയാണ്. അൻതി ബിൻതുൻ നീ പെൺകുട്ടിയാണ്. ഹയ്യാ നുൻഷിദ്, വരൂ നമുക്ക് പാടാം. ഹാദാ ഇബ്നി ഹാദിഹി ബിൻതി ഹാദാ ജദ്ദി ഹാദിഹി ഉമ്മി അൻത അബത്തി അൻതി ഉമ്മി അൻത നൂരി അൻതി സിർരി. ഒരു പ്രാവശ്യം കൂടെ പാടാം. ഹാദാ ഇബ്നി ഹാദിഹി ബിൻതി ഹാദാ ജദ്ദി ഹാദിഹി ഉമ്മി അൻത അബത്തി അൻതി ഉമ്മി അൻത നൂരി അൻതി സിർരി. ഇനി നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. ഹാദാ ഇബ്നി, ഹാദാ ഇത്. ഇബ്നി, ഇബ്നുൻ മകൻ അല്ലെങ്കിൽ ആൺകുട്ടി. ഇബ്നി എൻ്റെ മകനാണ്. ഇത് എൻ്റെ മകനാണ്. ഹാദിഹി ബിൻതി, ഹാദിഹി ഇത്. ബിൻതി ബിൻതുൻ മകൾ, ബിൻതി എൻ്റെ മകളാണ്. ഹാദാ ജദ്ദി, ഹാദാ ഇത്. ജദ്ദി ജദ്ദുൻ വല്ലിപ്പ, ജദ്ദുൻ വല്ലിപ്പ അല്ലെങ്കിൽ ഉപ്പാപ്പ. ജദ്ദത്തുൻ വല്ലിമ്മ. ഹാദാ ജദ്ദി
ഇത് എൻ്റെ വല്ലിപ്പയാണ്. ഇത് എൻ്റെ വല്യുപ്പയാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ ഉപ്പാപ്പയാണ്. ഹദിഹി ഉമ്മി, ഇത് എൻ്റെ ഉമ്മയാണ്. ഉമ്മുൻ ഉമ്മ, ഉമ്മി എൻ്റെ ഉമ്മ. അവസാനത്തിൽ യാ വരുമ്പോൾ എൻ്റെ. ഉമ്മി എൻ്റെ ഉമ്മ, ഇത് എൻ്റെ ഉമ്മയാണ്. അൻത അബത്തി, അൻത നീ, അബത്തി അബുൻ പിതാവ് ഉപ്പ, അബത്തി എൻ്റെ ഉപ്പയാണ്. അൻത നീ, ഇവിടെ ഉപ്പയുടെ കൂടെ വന്നതുകൊണ്ട് നീ എന്നതിന് പകരം നിങ്ങൾ. അൻത അബത്തി, നിങ്ങൾ എൻ്റെ ഉപ്പയാണ്. നിങ്ങൾ എൻ്റെ ഉപ്പയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പിതാവാണ്. അൻതി ഉമ്മി, അൻതി ഇവിടെയും ഉമ്മയുടെ കൂടെ ആയതുകൊണ്ട് അൻതി നീ എന്നതിന് പകരം നിങ്ങൾ. നിങ്ങൾ എൻ്റെ ഉമ്മയാണ്, നിങ്ങൾ എൻ്റെ ഉമ്മയാണ്. അൻത നൂരി, നിങ്ങൾ എൻ്റെ വെളിച്ചമാണ്. നൂറുൻ പ്രകാശം, വെളിച്ചം. അൻത നൂരി, നിങ്ങൾ എൻ്റെ വെളിച്ചമാണ്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രകാശമാണ്. അൻതി സിറി, നിങ്ങൾ എൻ്റെ രഹസ്യമാണ്. സിറുൻ രഹസ്യം. അൻതി സിറി, നിങ്ങൾ എൻ്റെ രഹസ്യമാണ്. നക്തുബു കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിലേതുപോലെ എഴുതാം. അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. ഈ ചിത്രത്തിൽ ഈ പെൺകുട്ടി പറയുന്നു അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. ഇവിടെ ചിത്രത്തിൽ ആൺകുട്ടിയാണ് പറയുന്നത്. ഇവിടെ ബിന്തുൻ, ബിന്തുൻ എന്നതിൻ്റെ കൂടെ അൻതി, നീ എന്നതിന് അൻതി. അൻതി ബിന്തുൻ, നീ പെൺകുട്ടിയാണ്. അൻത ഉസ്താദുൻ, കുട്ടി പറയുന്നു നിങ്ങൾ ഉസ്താദാണ്. അൻത ഉസ്താദുൻ, നിങ്ങൾ ഉസ്താദാണ്. ഇവിടെ ദാരിസത്തുൻ, ദാരിസത്തുൻ വിദ്യാർത്ഥിനി, പഠിക്കുന്നവൾ. അൻതി ദാരിസത്തുൻ, നീ വിദ്യാർത്ഥിനിയാണ്, നീ പഠിക്കുന്നവളാണ്. അൻത എന്ന പദം പുല്ലിംഗ പദത്തോടൊപ്പവും അൻതി എന്നത് സ്ത്രീലിംഗ പദത്തോടൊപ്പവും ഉപയോഗിക്കാം. അടുത്തത് നഖ്റഉ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് വായിക്കാം. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, ഇവിടെ അൻത, അൻത എന്ന പദം ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, ഇത് വെറുതെ വായിക്കാനുള്ളതാണ്. അടുത്തത് അൻതൽ അലീമുൽ ഹക്കീം, ഇവിടെ അൻത നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നതാണ്. അൻതൽ അലീമുൽ ഹക്കീം. അടുത്തത് ഹയ്യാ നൻസഹ്, വരൂ നമുക്ക് പകർത്താം. അൻത, അൻത എന്നത് ഇവിടെ എഴുതി അതുപോലെ എഴുതാം. എവിടെയാണ് പുള്ളി, സുക്കൂന്, ഫതഹ് എല്ലാം നോക്കി അതുപോലെ എഴുതാം. അടുത്ത കോളത്തിൽ അൻതി, രണ്ടാമത്തെ കോളത്തിൽ അൻതി, അൻതി എന്ന വാക്ക് അതുപോലെ എഴുതാം. പകർത്തി എഴുതുമ്പോൾ വൃത്തിയായി എഴുതാം. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. 2ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.